ഞായറാഴ്ചകളിൽ പള്ളിയുടെ അൾത്താരയ്ക്ക് താഴെയായി പലതായി മടക്കിയ കടലാസ് കഷ്ണം പ്രത്യക്ഷപ്പെടുക പതിവായിരുന്നു. ആദ്യമൊക്കെ ആരോ കുറിച്ചു വെച്ച കടലാസുകളാണ് എന്ന് തോന്നി. അത് പെറുക്കിയെടുത്ത് ദൂരെ എറിയുകയായിരുന്നു പതിവ്. എന്നാൽ ഇങ്ങനെ തുടർച്ചയായി എല്ലാ ഞായറാഴ്ചയും ഇവ കാണാൻ തുടങ്ങിയപ്പോൾ ആ പള്ളിയിൽ വന്ന പുതിയ അച്ഛന് ഒരു സംശയം തോന്നി. അദ്ദേഹം അവ പെറുക്കിയെടുത്ത് പരിശോധിക്കുവാൻ തുടങ്ങി. വരയിട്ട കടലാസിൽ വൃത്തിയായ കൈയക്ഷരത്തിൽ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതിയ പോലെയായിരുന്നു ആ ലിസ്റ്റുകൾ. ആ ലിസ്റ്റിൽ ഇപ്രകാരമായിരുന്നു എഴുതിയിരിക്കുന്നത്: സാബുവിന് ജോലി വേണം, ജോബിൻ്റെ അസുഖം മാറണം, ലെനിക്ക് പരീക്ഷയ്ക്ക് നല്ല വിജയം വേണം. മറ്റു കടലാസിൽ കുറേ ആളുകളുടെ പേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തയാഴ്ച കുറച്ച് മറ്റ് കടലാസുകളും അച്ഛൻ കണ്ടെത്തി. മുൻപ് കണ്ടെത്തിയവയോട് വളരെ സാമ്യമുണ്ടായിരുന്നു അവയ്ക്കും. ഓരോ ഞായറാഴ്ചയും ഇങ്ങനെ കണ്ടെത്തിയ ഈ കടലാസ് കഷ്ണങ്ങൾ ആ വൈദികൻ എടുത്തു സൂക്ഷിച്ചു വെച്ചു. അതോടൊപ്പം ഇത് ആരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കണ്ടെത്തുവാനും അദ്ദേഹം ശ്രമിച്ചു. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ തന്നെ അച്ഛൻ ദേവാലയത്തിലെത്തി. ആരും ശ്രദ്ധിക്കപ്പെടാതെ അദ്ദേഹം ഒരു സൈഡിൽ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ ആ ദേവാലയത്തിന് മുമ്പിലേക്ക് വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കടലാസ് കഷ്ണങ്ങൾ നിക്ഷേപിക്കുന്നതായി കണ്ടു. വളരെ പരിചിതമുള്ള മുഖമായിരുന്നു. അവരെ തനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ അന്നത്തെ ആരാധനയ്ക്ക് ശേഷം അച്ഛൻ ആ സ്ത്രീയെ തിരഞ്ഞുപിടിച്ച് അവളോട് ചോദിച്ചു, എന്തിനാണ് നീ ഈ കടലാസ് കഷ്ണങ്ങൾ ഇവിടെ കൊണ്ടിടുന്നത്? ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ വളരെ കണ്ണുനീരോടെ ഇടറിയ ശബ്ദത്തോടെ അവൾ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനർത്ഥമുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവീൻ എന്നൊരു പരസ്യം ഞാൻ കണ്ടു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളെ എഴുതിയ കടലാസ് കഷ്ണങ്ങളുമായി ഈ ദേവാലയത്തിൽ വന്ന് ഈ അൾത്താരയിൽ നിക്ഷേപിക്കുന്നത്. എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഓരോ ദിവസവും ഞാൻ ഈ കടലാസിൽ എഴുതും. ഞായറാഴ്ച ഞാൻ ഈ അൾത്താരയുടെ താഴെ നിക്ഷേപിക്കും. എന്തായാലും എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും അവിടുന്ന് പരിഹരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉടനെ അച്ഛൻ പറഞ്ഞു, തീർച്ചയായും അവിടുന്ന് നിൻ്റെ കടലാസ് കഷ്ണങ്ങൾ കാണുന്നുണ്ട്. അവ വായിച്ച് അവയിൽ എഴുതിയിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവും കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇനിയും ഇവിടെ തന്നെ കൊണ്ടുവരണം. ജീവിതത്തിലെ അനുദിന പ്രശ്നങ്ങൾ ഒരു കടലാസ് കഷ്ണത്തിലെഴുതി വിശ്വാസത്തോടെ ദൈവത്തിൽ സമർപ്പിക്കാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞു. പ്രശ്നങ്ങളും ആവശ്യങ്ങളും ദൈവത്തിന് വെറുതെ എഴുതി കൊടുക്കുകയല്ല അവർ ചെയ്തത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആവശ്യം നിറവേറ്റാനും ദൈവത്തിന് അവർ അവസരവും നൽകുകയാണ് ചെയ്തത്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കാൻ നാം ദൈവത്തെ അനുവദിക്കാറുണ്ടോ? നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കടലാസ് കഷ്ണങ്ങൾ എഴുതി അവിടത്തേക്ക് നൽകണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. പ്രാർത്ഥനയിലൂടെ നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചാൽ മതി. നാം നമ്മുടെ മനസ്സും ഹൃദയവും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന നിമിഷം ദൈവം നമ്മളിലേക്ക് ഓടിയെത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ദൈവത്തെ സ്പർശിക്കുക അസാധ്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദൈവത്തെ സ്പർശിക്കുന്നതാണ്. ദൈവത്തെ കൈനീട്ടി സ്പർശിക്കുവാൻ പ്രാപ്തരാക്കുന്ന വിശ്വാസമാണ് നമ്മുടെ പ്രാർത്ഥനകൾ. കാരുണ്യവാനായ ദൈവം നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മെ സ്പർശിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥന വലിയ വിശ്വാസവും പ്രതീക്ഷയുമുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് ദൈവത്തെ സ്പർശിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988 022 1957.